ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുത്തരി കൊണ്ടുള്ള. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുത്തരി വേണം. ഞാൻ രാത്രിയിൽ 1/4 കിലോ കുത്തരി എടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിയിട്ട് വെച്ച് അത് രാവിലെ തോർത്തിയെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുത്തരി കൊണ്ടുള്ള ഒരു വിഭവമാണ്. സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാവുന്ന മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വിഭവം. അതിലേക്ക് ഞാനിവിടെ കുതിർത്തി പൊടിച്ച് റെഡിയാക്കി വെച്ച കുത്തരിപ്പൊടിയാണിത്. ഇത് 1/4 കിലോ പൊടിയുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുകയാണ്. പിന്നെ ഏത്തപ്പഴം, ഇത് പുഴുങ്ങിയ ഏത്തപ്പഴമാണ്. പുഴുങ്ങണമെന്നില്ല, നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ചേർത്താലും മതി. ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് 2 ഏത്തപ്പഴമുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കയും ജീരകവും കൂടി പൊടിച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കുറച്ച് ശർക്കര ഉരുക്കി പാനിയാക്കിയതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതെല്ലാം കൂടി യോജിപ്പിക്കണം. നമ്മൾ കൊഴുക്കട്ടയുടെ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ചെറിയ ഉരുളകളാക്കി ഉണ്ടയായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വളരെ രുചികരമാണ്, വളരെ സോഫ്റ്റുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. ഞാനിത് ഉരുട്ടി വെച്ച് ഒരൽപ്പം നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് കയ്യിൽ നെയ്യ് ഒഴിച്ചിട്ട് ഉരുട്ടാൻ വേണ്ടി എടുക്കുമ്പോൾ അങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി നമുക്കിങ്ങനെ പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്, വളരെ രുചികരമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വിഭവമാണ്. നമ്മളിത് നെയ്യ് പുരട്ടി ഉരുട്ടി ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വിഭവം റെഡി ആയിട്ടുണ്ട്. 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really